വ്യവസായി ഏകോപന സമിതി അംഗം ഇപ്പോൾ കെ ഉസ്മാൻ കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. കെ ഉസ്മാൻ, എങ്ങനെയാണ് മാനന്തവാടിയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? കടകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ? ഈ പ്രശ്നങ്ങൾ നിരോധനാജ്ഞയാണല്ലോ, അതൊക്കെ കണക്കിലെടുത്ത് ഈ ഒരു ഭീതിയും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴൊരു അവസ്ഥ എങ്ങനെയാണ്? മാനന്തവാടിയിൽ രാവിലെ ടൗണില് പരിസരത്ത് കാട്ടാന എത്തി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ മാനന്തവാടിയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിക്കുകയും മാനന്തവാടിയിലേക്ക് ആളുകൾ വരുന്നത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് മാനന്തവാടിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ തന്നെ നിൽക്കണമെന്നും ബാക്കിയുള്ളവർ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർ അറിയിപ്പ് കൊടുത്തു. മാനന്തവാടിയിൽ ഇപ്പോൾ 1986 ശേഷമുള്ള ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1986 ഇതിനു മുമ്പ് മാനന്തവാടി ടൗണിനോട് ചേർന്ന് അമ്പൂത്തിയിൽ കാട്ടാന വന്നിട്ട് ഒരാളെ കുത്തി കൊലപ്പെടുത്തിയത്. അതിന്റെ ശേഷം ആദ്യമായിട്ടാണ് 2024 മാനന്തവാടി അങ്ങാടിയിലേക്ക് ആന എത്തുന്നത്. ടൗണിനോട് ചേർന്ന താഴങ്ങാടി റോഡിലുള്ള ഒരു ചതുപ്പ് നിലത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടത്തേക്ക് രാവിലെ 6 മണിക്കാണ് ഈ കാട്ടാനയെ മാനന്തവാടിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള പായോട് CRP കുന്നില് ക്ഷീര കർഷകർ കണ്ടെത്തുന്നത്. അതിന്റെ ശേഷം അതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിനെ തൊട്ട് താഴെ കബനി നദിയിലൂടെ കടന്ന് മാനന്തവാടി പഴശ്ശി പാർക്കിന് സമീപത്തുള്ള മുനിസിപ്പാലിറ്റി സ്ഥലത്തുകൂടെ ന്യൂമാൻസ് കോളേജ് പരിസരത്തെത്തുകയും ന്യൂമാൻസ് കോളേജ് പരിസരത്ത് നിന്ന് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് SMS DVSPന്റെ ഓഫീസിലേക്ക് ട്രഷറി ഓഫീസിന്റെ പരിസരത്തെത്തുകയും തുടർന്ന് വീണ്ടും അവിടുന്ന് താഴെ ഇറങ്ങി വയലിലൂടെ മാനന്തവാടി ടൗണിനോട് ചേർന്ന LFUP സ്കൂളിന്റെ പുറകിലുള്ള ചതുപ്പ് നിലത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇത് കർണാടക വനവകുപ്പിന്റെ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും അപകടകാരിയായ കാട്ടാന എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഒരുപാട് അക്രമ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കർണാടകയുമായി വനംവകുപ്പ് അധികൃതരുമായിട്ട് ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ ടെലിഫോൺ ചെയ്തു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇതൊരു അപകടകാരിയായ കാട്ടാന എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിലിപ്പോൾ ഈ പറയുന്ന പോലെ താഴങ്ങാടി റോഡിനോട് ചേർന്നുള്ള ഒരു ചതുപ്പ് നിലത്തിലാണ് ആന നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ജനവാസ മേഖലയാണോ, കടകളൊക്കെ ഉള്ള സ്ഥലമാണോ, എങ്ങനെയാണ്? അങ്ങനെയുള്ള ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഈ ചതുപ്പ് നിലത്തിനോട് ചേർന്ന് ചുറ്റുഭാഗത്തും റോഡാണ് നിലവിലുള്ളത്. നല്ല വാഹനത്തിരക്കുള്ള റോഡാണ് ഉള്ളത്. ഈ വാഹനത്തിരക്കുള്ള റോഡിന്റെ എല്ലാ ഭാഗത്തും ജനനിബിഡമായ സ്ഥലങ്ങളാണ്. വയനാട് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നതിന്റെ ഏകദേശം 200 മീറ്റർ അകലെയാണ് ഈ ചതുപ്പ് നിലം നിലവിലുള്ളത് ഇപ്പോൾ ഉള്ളത്. പിന്നെ മാനന്തവാടി ടൗണിനോട് ചേർന്ന് ഒരു 200-250 മീറ്റർ മാത്രമേ മാനന്തവാടി ടൗണിന്റെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്ത് 200-250 മീറ്റർ നിലവിൽ ഇതിന് ദൂരമുള്ളൂ. പിന്നെ LFUP സ്കൂൾ എന്ന് പറഞ്ഞാൽ മാനന്തവാടി ഏറ്റവും ആദ്യം 100 വർഷത്തിലധികം പഴക്കമുള്ള മാനന്തവാടി LFUP സ്കൂളിന്റെ തൊട്ട് പുറകിലാണ് ഈ ചതുപ്പ് നിലമുള്ളത്. എല്ലാ ഭാഗത്തും റോഡാണ്. അതാണ് ഇതിന്റെ ഇപ്പോൾ എല്ലാ ഭാഗത്തും റോഡ് എന്ന് പറയുന്നു. ഒപ്പം തൊട്ടപ്പുറത്ത് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമുണ്ട്. സ്വാഭാവികമായും നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡായിരിക്കുമല്ലോ ആശുപത്രി കൂടിയുള്ള സാഹചര്യത്തിൽ. അതുകൊണ്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണം കൂടി എങ്ങനെയാണ് ആ മേഖലയിൽ? ഇപ്പൊ മാനന്തവാടിയില് പോലീസും മാനന്തവാടി സബ് കളക്ടറും അതേപോലെ വനം വകുപ്പ് അധികൃതരും ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ഇതിനെ നേരിടുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മണ്ണുത്തിയിൽ നിന്ന് അവിടുത്തെ വെറ്റിനറി ഡോക്ടർ മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടുന്നതിന് വേണ്ടി പുറപ്പെട്ടു എന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടർ പുറപ്പെട്ടത് തൃശ്ശൂരിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ പുറപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മണ്ണുത്തിയാണല്ലോ ഇതിന്റെ തൃശ്ശൂർ മണ്ണുത്തിയിലാണല്ലോ വെറ്റിനറി ഡോക്ടർ ഉള്ളത്. അത്തരത്തിലുള്ള വിവരങ്ങളാണോ പങ്കുവെക്കുന്നത്? അതെ, അതാണ് പങ്കുവെക്കുന്നത്. ഞങ്ങള് അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ മാനന്തവാടിയിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടല്ലാതെ കാട്ടിലേക്ക് കടത്തുക എളുപ്പമല്ല. പിന്നെ നിരോധനത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ മാനന്തവാടി ടൗണിൽ അങ്ങിങ്ങായി ജനം കൂടി നിൽക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ജനം കണ്ടമാനമുണ്ട്. റോഡിന്റെ എല്ലാ വശങ്ങളും ജനങ്ങൾ ഈ കാട്ടാനയെ കാണുന്നതിന് വേണ്ടിയും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയും ജനങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നേരിടുമെന്നതിനെ കുറിച്ച് കണ്ടറിയണം. പോലീസും വനം വകുപ്പും ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് സാഹചര്യം. അതായത് ഇതിപ്പോൾ ഈ താഴങ്ങാടി ഭാഗത്ത് ചതുപ്പ് നിലം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച് ചുറ്റിനും റോഡുള്ള മേഖലയാണ്, ആശുപത്രിയുണ്ട്, മറ്റ് സ്കൂൾ, അങ്ങനെയുള്ള പ്രദേശം കൂടിയാണ് ഈ താഴങ്ങാടി മേഖല. അപ്പോൾ ഇവിടെ നിലയുറപ്പിച്ച സാഹചര്യത്തിൽ അവിടെ വെച്ചൊരു മയക്കുവെടി വെക്കൽ അത് സാധ്യമാണോ? അതോ അവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ? ഇപ്പൊ ഏറ്റവും മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഈ തൊട്ടടുത്ത് ഒരു ആദിവാസി കോളനിയാണ് ഉള്ളത്. തൊട്ട് മേലെ ആദിവാസി കോളനിയാണ് ഉള്ളത്. അവിടെ നിന്നൊന്നും ആളുകൾ ഇറങ്ങാനില്ല. പക്ഷെ ഈ ചതുപ്പ് നിലത്ത് കാട്ടാനയെ വെടിവെച്ച് ഒരു നിമിഷം തുടരുക. ഇപ്പോൾ MLA OR കേളു നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ OR കേളു, ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മാനന്തവാടി നഗരത്തിൽ ഇത്തരത്തിൽ ഭീതി പരത്താൻ തുടങ്ങിയിട്ട്. താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഞങ്ങളോട് കൂടി പങ്കുവെക്കാമോ?
അതെ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. താങ്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം? അത് ഞങ്ങളോട് കൂടി പങ്കുവയ്ക്കാമോ? ഇപ്പൊ മാനന്തവാടി പട്ടണത്തിലെ ആ പ്രദേശത്താണ് ആന നിൽക്കുന്നത്. ഒരു ജനവാസ കേന്ദ്രത്തിലും ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്തുമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രത അവിടെ എടുക്കേണ്ട കാര്യമുണ്ട്. ആനയെ അവിടുന്ന് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും വനംവകുപ്പും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗത്താണ് 144 പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ 140 പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങളുടെ സഹകരണം നമുക്ക് വേണ്ടത്ര ലഭിക്കാത്ത വിഷയം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അതൊരു ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഈ പട്ടണമായതുകൊണ്ട് തന്നെ ആനയെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആന ഏത് ദിശയിലേക്കാണ് പോകാൻ വേണ്ടി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഏതായാലും പരമാവധി ആനയെ ഫോറസ്റ്റിലേക്ക് കയറ്റിവിടാൻ പരമാവധി നോക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് സാധിച്ചിട്ടില്ല എങ്കിൽ ആനയെ മയക്കി വെടിവെക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സഭ നടക്കുന്ന സമയമാണല്ലോ, സ്വാഭാവികമായിട്ടും താങ്കൾ തലസ്ഥാനത്ത് കാണും. വനമന്ത്രി അവരുടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു, അദ്ദേഹവുമായി സംസാരിച്ചിരുന്നോ? അതെ അതെ, ഞാനും വനമന്ത്രി രാവിലെ നേരിട്ട് സംസാരിച്ചു, പത്രക്കാരെ നേരിട്ട് കണ്ടിരുന്നു. അപ്പം മറ്റു മാർഗങ്ങൾ മുന്നിലില്ലെങ്കിൽ ഇനിയിപ്പോൾ നേരത്തെ ഞങ്ങൾ നാട്ടുകാരുമായിട്ടും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെയായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മയക്കുവെടി അല്ലാണ്ട് മുന്നിൽ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. കാരണം ചുറ്റിനും ജനവാസ മേഖലയാണെന്ന് കൂടി പറയുന്നുണ്ട് അവര്. അതെ, ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ച് കഴിഞ്ഞാല് ആന പെട്ടെന്ന് വയലന്റായി ഓടാൻ ഒരു പ്രവണതയുണ്ട്. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അപ്പോ അതുകൂടി കണക്കിലെടുത്ത് മാത്രമേ പെട്ടെന്ന് വെടിവെക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുള്ളൂ. നേരത്തെ ഞങ്ങൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി ആളുകളും ഒക്കെയായി സംസാരിച്ചപ്പോൾ അവര് സ്ഥിരീകരിക്കാത്തൊരു വിവരം പറയുന്നുണ്ട്. അതായത് ഈ തൃശ്ശൂർ മണ്ണൂത്തിയിൽ നിന്ന് ഈ മയക്കുവെടി വെക്കാനുള്ള ഡോക്ടേഴ്സ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിലൊരു വ്യക്തതയുണ്ടോ? അതെ, അതിനാവശ്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഞാനും മന്ത്രിയും ഒന്നിച്ചാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. രണ്ടുപേരും ഈ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നു. CSFമാർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവസാന നിമിഷം നമുക്ക് മറ്റൊരു പോംവഴി ഇല്ലെങ്കിൽ വെടിവെക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. ഇത് ഈ ആന ഇപ്പോ ഇറങ്ങിയിട്ട് 5 മണിക്കൂറായി. ഇന്നലെ രാത്രി മുതൽ ഈ മാനന്തവാടി മേഖലയിലേക്ക് ആന വരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായതായുള്ള റിപ്പോർട്ട് MLAക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതില്ല, നാശനഷ്ടങ്ങൾ ഉണ്ടായതൊന്നും എന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. എന്തായാലും മറ്റു മാർഗം മുന്നിലില്ലെങ്കിൽ മയക്കുവെടിയിലേക്ക് കാര്യങ്ങൾ ഇന്ന് തന്നെ എത്തിയേക്കുമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, വളരെയധികം നന്ദി OR കേളി. ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് കെ ഉസ്മാൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗം, ഞങ്ങളോടൊപ്പം ചെയ്യുന്നുണ്ട്. കെ ഉസ്മാൻ, ഞങ്ങളിപ്പോൾ MLAയുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ഇന്ന് തന്നെ മയക്കുവെടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കുമെന്നാണ് അദ്ദേഹവും പറയുന്നത്. ഞങ്ങൾ പറയുന്നത് 1986 ഉള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഇന്ന് നിലവിലുണ്ട്. ആ 86 ക്രൂഷ്യൽ സിറ്റുവേഷൻ അന്ന് അന്ന് മയക്കുവെടി വെച്ച് പിടികൂടാൻ പറ്റുമായിരുന്ന ഒരു കാട്ടാനയായിരുന്നു. പക്ഷെ അതിന്റെ ശേഷം മയക്കുവെടി വെച്ച് പിടികൂടാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് കാട്ടാന പെട്ടെന്ന് ഒരാളെ കൊല്ലേണ്ടി വന്നത്. അന്ന് കാട്ടാനയെ കൊന്നു, പിന്നീട് കാട്ടാനയെ വെടിവെച്ച് കൊന്നു. അപ്പോ മാനന്തവാടിയിൽ ഇപ്പോഴത്തെ ക്രൂഷ്യൽ സിറ്റുവേഷൻ നേരിടാൻ മയക്കുവെടി വെച്ച് ഉടൻ അടിയന്തരമായ നടപടികൾ തന്നെ വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുകയും അതിന്റെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് അതിന് ഉടനെ തൃശ്ശൂരിൽ നിന്നാണ് വെറ്ററിനറി സർജൻ വരേണ്ടതെന്ന് ഞങ്ങളോട് പറയുകയും അങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് വെറ്ററിനറി സർജനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്താൻ തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാണ്. ആ ഒരു അറിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മയക്കുവെടി വെച്ച് പിടികൂടാൻ അതിനുവേണ്ടി ഡോക്ടർ പുറപ്പെട്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അതിലാണ് ഞാൻ നേരത്തെ MLAയുമായിട്ടൊരു ക്ലാരിറ്റി വരുത്തിയത്. MLA പറഞ്ഞത് അതുമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആലോചനയിലാണ്. അങ്ങനെ ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിലിപ്പോൾ താങ്കൾ ഈ ആന വന്ന സമയം ഇന്നലത്തെ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞല്ലോ. എപ്പോഴിറങ്ങി, ഏതൊക്കെ മേഖലയിൽ ഇറങ്ങി, എങ്ങനെയാണ് ഇപ്പോൾ താഴത്തങ്ങാടിയിൽ വന്നു നിൽക്കുന്നതെന്നൊക്കെ താങ്കൾ ഞങ്ങളോട് വ്യക്തമായി പറയുകയുണ്ടായി. ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടം ഈ ആന കടന്നുപോയ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും കൃഷി മേഖലയിലൂടെ അടക്കം ആന കടന്നു പോയിട്ടുണ്ടല്ലോ. ഈ കാട്ടാന രാവിലെ 6 മണിക്ക് ക്ഷീര കർഷകർ കണ്ടത് മുതൽ ഈ സമയം മാനന്തവാടി ടൗണിൽ ചേർന്ന പ്രദേശം എത്തുന്നതുവരെ ഒരുപാട് കാർഷിക വിഭവങ്ങൾക്ക് നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു കപ്പക്കാട്ടിലൂടെ ആണ് ഇത് പോയത്. ആ കപ്പ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്. കപ്പ വിളഞ്ഞു നിൽക്കുന്ന കപ്പയാണ്. ആ കപ്പ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്. ആ കപ്പക്കാട്ടിലൂടെ ഈ കാട്ടാന മാനന്തവാടി ടൗണിലേക്ക് പ്രവേശിച്ചത്. പിന്നെ തൊട്ടടുത്ത് വാഴത്തോട്ടത്തിലൂടെയാണ് ഈ കാട്ടാന പോയിട്ടുള്ളത്. പിന്നെ വീടിന്റെ മുമ്പിലൊക്കെ എല്ലാ സ്ഥലത്തും എല്ലാ വീടിന്റെ മുമ്പിലും ചെടികളും പൂക്കളും മറ്റ് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം സ്ഥലത്തു കൂടിയാണ് ഈ കാട്ടാന ഇപ്പൊ വന്നിട്ടുള്ളത്, മാനന്തവാടി ടൗണിലേക്ക് വന്നിട്ടുള്ളത്. അതാണ് ഇപ്പൊ നിലവിലെ ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഇപ്പൊ ഇതുവരെ മാനന്തവാടിയിൽ ഇങ്ങനെ ക്രൂഷ്യൽ സിറ്റുവേഷൻ മാനന്തവാടി അങ്ങാടിയിൽ ഉണ്ടായിട്ടില്ല.
ഇതിപ്പോൾ ഈ ആനയെ പിടിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത വനമേഖലയുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഈ മാനന്തവാടി ടൗണിനോട് ചേർന്ന് അങ്ങനെ വനമേഖലയുള്ള പ്രദേശം കൂടിയാണോ? അല്ല, മാനന്തവാടിയിൽ നിന്ന് ഈ കാട്ടിലേക്ക് തുരത്തൽ എളുപ്പമല്ല. മാനന്തവാടിയിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയാണ് കർണാടക വനം ഉള്ളത്, ബോർഡർ ഉള്ളത്. അപ്പൊ മാനന്തവാടിയിൽ നിന്ന് പെട്ടെന്ന് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളത്, അതും ജനനിബിഡമായി ഈ പ്രദേശത്ത് കടത്തുക എന്നുള്ളത് എളുപ്പമല്ല. മയക്കുവെടി വെച്ച് പിടികൂടുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇപ്പൊ നിലവിലില്ല. ഇത് ഒരു കാട് പ്രദേശമല്ല. മാനന്തവാടിന്റെ എത്രയോ ദൂരെയാണ് കാടുള്ളത്. 26 കിലോമീറ്റർ എന്ന് പറയുന്നത് തൊട്ടടുത്തല്ല. 26 കിലോമീറ്റർ ജനനിബിഡമായ പ്രദേശത്തുകൂടി കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ ഒരു വനംവകുപ്പിനും കഴിയില്ല. അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വരും. ജനങ്ങൾ മുഴുവൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ സ്വീകരിച്ച പോലെയുള്ള കടുത്ത നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഈ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മയക്ക് വെടിവെച്ച് പിടികൂടണം. മയക്ക് വെടിവെച്ച് പിടികൂട്ടാൽ മാത്രമേ ഇത് ഈ നാടിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്ന് ഞങ്ങൾ പറയുന്നത്. ഈ ആനയുടെ കഴുത്തിൽ റേഡിയോ കോളർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി പിടികൂടി ആന ഇങ്ങനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടതായിരിക്കാം. നമ്മളിവിടെ ഇവിടുത്തെ അരിക്കൊമ്പനെയൊക്കെ കണ്ടത് ആ സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കർണാടക വനമേഖലയിൽ ഈ ഹസനോട് ചേർന്നുള്ള വനമേഖലയിൽ പ്രശ്നമുണ്ടാക്കിയ ഒരു കാട്ടാനയാണെന്നും അവിടുന്ന് ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ടതാണ് എന്നുമുള്ള സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അതിൽ എനിക്കൊരു വ്യക്തതയില്ല. എങ്കിലും താങ്കൾ വനംവകുപ്പും ഒക്കെയായി സംസാരിക്കുമ്പോൾ ഈ ആന എവിടുന്ന് വന്നതാണ്, കർണാടക സർക്കാർ വനംവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളൊക്കെ കർണാടക വനംവകുപ്പ് പങ്കുവെക്കുന്നുണ്ടെന്ന് നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? ഞാൻ കർണാടകയുമായി ബന്ധമുള്ള ഒരാളാണ്. ഞങ്ങൾ കർണാടകയിലെ വാച്ചർമാരുമായിട്ടും കർണാടകയിലെ മറ്റ് വനംവകുപ്പിന്റെ പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഞങ്ങൾ ഇന്ന് രാവിലെ കർണാടകത്തിലെ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണെന്ന് മനസ്സിലാക്കിയതോട് ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു അപകടകാരിയായ കാട്ടാന എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കർണാടകത്തിലെ റേഡിയോ കോളർ വെച്ച് ആ കാട്ടാന എങ്ങനെ മാനന്തവാടിയിൽ എത്തി എന്നുള്ളത് അവരത് അന്വേഷണം നടത്തും. അത് എങ്ങനെ ഇവിടുത്തെ ഈ സിറ്റുവേഷൻ എങ്ങനെ കർണാടകത്തിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയുള്ള മാനന്തവാടിയിൽ എത്തി. അപ്പൊ ഈ അപകടകരമായ ഈ കാട്ടാനയെ കുറിച്ച് കൂടുതൽ പുറത്തുവിടാത്തത് ഒരുപക്ഷെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വനമേഖല കടന്ന് ഇപ്പറ എത്തിയത് അതിശയമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് സാഹചര്യം കണ്ടാണ്, അരിക്കൊമ്പന്റെ സാഹചര്യം നമ്മളിവിടെ കണ്ടതാണ്. നമ്മളിവിടെ കാട്ടിൽ തുറന്നു വിട്ടാൻ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് തമിഴ്നാട്ടിലെ ജനവാസ മേഖല ഇറങ്ങിയ ഒരാളൊക്കെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കടന്നു വന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഉസ്മാൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ആന മാനന്തവാടി താഴത്തങ്ങാടി ഭാഗത്ത് അവിടെ ജനവാസ മേഖലയാണ്. അവിടെ ഒരു ചതുപ്പ് നിലത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഭീതിയിലാണ് ആ മേഖലയുള്ളത്. ഇപ്പോൾ ജിൻസ് നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ജിൻസ്, എന്താണ് സാഹചര്യം? നമ്മൾ അവിടുത്തെ ആളുകളുമായും MLA-യുമായും ഒക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ MLA അടക്കം പറയുന്നത് ഒരു രക്ഷയുമില്ലെങ്കിൽ മയക്കുവെടി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഡോക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ MLA-യോട് ചോദിക്കുമ്പോഴും പറയുന്നത് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് ആലോചിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രഞ്ജിനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയം സന്ദർഭം ഒത്തുവന്നാൽ ഈ ഓർഡർ ലഭിച്ചാൽ ഉടനെ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനപാലകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടനയനുസരിച്ച് ഇതിനെ തിരികെ വനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഉടൻ തന്നെ ഇവിടെ തന്നെ വെച്ച് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പ് കാത്തിരിക്കുന്നത്. എന്തായാലും അനുമതിക്കായി കാത്തിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയാൽ ഉടനെ തന്നെ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ വനപാലകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ആനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തണ്ണീർ എന്നാണ് ഈ ആനയുടെ പേര്. ജനുവരി 16 ഈ കർണാടകയിലെ അസനിൽ വെച്ചാണ് ഈ കാട്ടാനയെ കർണാടകയിലുള്ള വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. അതിനുശേഷം ഈ കാട്ടാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനയാണ് ഇപ്പോൾ മാനന്തവാടി നഗരത്തിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് ഈ ആനയെ പിടികൂടിയത്. അതിനുശേഷം ഇതിന് തണ്ണീർ എന്ന് പേര് നൽകുകയായിരുന്നു. അന്ന് തന്നെ ഈ കർണാടകയിലെ മൂലഹള്ള വനത്തിലേക്ക് ഇതിനെ തുറന്നു വിടുകയായിരുന്നു. ഇതിന്റെ നിരീക്ഷണ ചുമതല എന്ന് പറയുന്നത് മൈസൂർ വനംവകുപ്പിനായിരുന്നു. ഈ ആനയെ തുറന്നുവിട്ട സ്ഥലത്ത് നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെ ഉള്ള മാനന്തവാടിയിലേക്ക് ഇത് എത്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്തായാലും ആനയുടെ സഞ്ചാരപാത അടക്കമുള്ള കാര്യങ്ങൾ